നമസ്തേ. കേരളത്തിലെ കുടുംബ പരദേവതാ ക്ഷേത്രങ്ങളും അവയുടെ വിധാനങ്ങളും നമ്മുടെ സംസ്കാരത്തിന്റെ തനിമ വിളിച്ചോതുന്നവയാണ്. ഓരോ തറവാടിനും അല്ലെങ്കിൽ കുടുംബത്തിനും അവരുടേതായ പ്രത്യേക ആരാധനാക്രമങ്ങളും ക്ഷേത്ര ഘടനകളും ഉണ്ടാകാറുണ്ട്. കുടുംബ പരദേവതാ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട പ്രധാന കാര്യങ്ങൾ താഴെ പറയുന്നവയാണ്. പ്രധാന വിധാനങ്ങളും ഘടനകളും. പരദേവതാ ക്ഷേത്രങ്ങൾ സാധാരണ മഹാക്ഷേത്രങ്ങളെ അപേക്ഷിച്ച് വലിപ്പത്തിൽ ചെറുതാണെങ്കിലും അവയ്ക്ക് കൃത്യമായ വാസ്തുവിദ്യയുണ്ട്. ശ്രീകോവിൽ വിഗ്രഹം പ്രതിഷ്ഠിച്ചിരിക്കുന്ന പ്രധാന ഭാഗം ചതുരം, വട്ടം അല്ലെങ്കിൽ ഗജപ്രതിഷ്ഠാകൃതിയിൽ ഇവ കാണപ്പെടുന്നു. പരദേവത ശാന്തസ്വരൂപിണിയാണെങ്കിൽ സാധാരണ വിധാനവും, ഉഗ്രരൂപിണിയാണെങ്കിൽ അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ കാണാം. നാലമ്പലം. ശ്രീകോവിലിന് ചുറ്റുമുള്ള മതിൽക്കെട്ട്. കുടുംബക്ഷേത്രങ്ങളിൽ ഇത് പലപ്പോഴും ലളിതമായ രീതിയിലായിരിക്കും നിർമ്മിക്കുക. നമസ്കാര മണ്ഡപം. പ്രധാന ശ്രീകോവിലിന് മുന്നിലായി പ്രാർത്ഥിക്കാനായി ഒരുക്കുന്ന സ്ഥലം. കാവുകൾ. കേരളത്തിലെ പല കുടുംബ പരദേവതാ ക്ഷേത്രങ്ങളോടും ചേർന്ന് സർപ്പക്കാവുകളോ വനദുർഗ സങ്കല്പത്തിലുള്ള കാവുകളോ ഉണ്ടാകാറുണ്ട്. പ്രകൃതിയും ദൈവവും ഒന്നാണെന്ന സങ്കല്പമാണിത്. വിവിധ ആരാധനാമൂർത്തികൾ. കുടുംബത്തിന്റെ പാരമ്പര്യമനുസരിച്ച് ആരാധനാമൂർത്തികളിൽ മാറ്റം വരാം. ഭദ്രകാളി. കേരളത്തിലെ ഭൂരിഭാഗം തറവാടുകളും പരദേവതയായി ഭദ്രകാളിയെ കാണുന്നു. വിഷ്ണു, ശിവൻ. സ്വാത്വിക ആരാധന നിലനിൽക്കുന്ന കുടുംബങ്ങളിൽ വിഷ്ണുവിനെയോ ശിവനെയോ പരദേവതയായി ആരാധിക്കുന്നു. വേട്ടയ്ക്കൊരു മകൻ. വടക്കൻ കേരളത്തിലെയും മലബാറിലെയും പല പ്രമുഖ തറവാടുകളുടെയും പരദേവതയാണ്. പരമ്പരാഗത വീരന്മാർ. ചില കുടുംബങ്ങളിൽ പൂർവികന്മാരെ ദൈവതുല്യം ആരാധിക്കുന്ന രീതി നിലവിലുണ്ട്. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും. കളമെഴുത്തും പാട്ടും. ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ വിശേഷാൽ ദിവസങ്ങളിൽ നടത്തിവരുന്ന പ്രധാന ചടങ്ങാണിത്. താലപ്പൊലി. ദേവിയെ എതിരേൽക്കുന്നതിനായി സ്ത്രീകൾ നടത്തുന്ന ചടങ്ങ്. പാട്ടുത്സവം. പരദേവതയെ പ്രീതിപ്പെടുത്തുന്നതിനായി നടത്തുന്ന സംഗീതാർച്ചനകളും അനുബന്ധിച്ച ചടങ്ങുകളും. കുടുംബ പരദേവതയെ ആരാധിക്കുന്നത് കുടുംബത്തിന്റെ ഐശ്വര്യത്തിനും ഐക്യത്തിനും കാരണമാകുമെന്നാണ് വിശ്വാസം. നിശ്ചയമായും കേരളത്തിലെ കുടുംബക്ഷേത്രങ്ങളുടെ വാസ്തുവിദ്യയെയും അവയിലെ പ്രധാന ഘടകങ്ങളെയും കുറിച്ച് കൂടുതൽ വിശദമായി താഴെ നൽകുന്നു. കേരളീയ ശൈലിയിലുള്ള ക്ഷേത്ര നിർമ്മാണം പ്രധാനമായും തച്ചുശാസ്ത്രം എന്ന പുരാതന വാസ്തുവിദ്യാ ശാസ്ത്രത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. കുടുംബക്ഷേത്രങ്ങളിൽ ഇവ കൂടുതൽ ലളിതവും എന്നാൽ ആചാരബന്ധവുമായിരിക്കും. 1. പ്രധാന വാസ്തുവിദ്യാ ഘടകങ്ങൾ. അധിഷ്ഠാനം. ക്ഷേത്രത്തിന്റെ തറഭാഗമാണിത്. കല്ല്, ഗ്രാനൈറ്റ് അല്ലെങ്കിൽ വെട്ടുകല്ല് കൊണ്ടാണ് ഇത് നിർമ്മിക്കുന്നത്. ഇതിനു മുകളിലാണ് ശ്രീകോവിൽ പണിയുന്നത്. ഭിത്തികൾ. സാധാരണയായി തടി കൊണ്ടോ വെട്ടുകല്ല് കൊണ്ടോ നിർമ്മിക്കുന്നു. കുടുംബക്ഷേത്രങ്ങളിൽ ചുവർ ചിത്രങ്ങൾക്ക് പകരം ലളിതമായി കൊത്തുപണികളോ അല്ലെങ്കിൽ പ്ലെയിൻ ഭിത്തികളോ ആണ് കാണാറുള്ളത്. മേൽക്കൂര. ശിഖരം. കേരളീയ ശൈലിയിലുള്ള ഏറ്റവും വലിയ പ്രത്യേകതയാണിത്. ചതുരശ്രമോ വൃത്തമോ ആയ മേൽക്കൂരകൾ കാണാം. ഇവ ചെമ്പ് തകിട് മേഞ്ഞതോ ഓടുപാകിയതോ ആയിരിക്കാം. കുടുംബക്ഷേത്രങ്ങളിൽ അധികവും ഓടുപാകിയത് മേൽക്കൂരകളാണ് കണ്ടുവരുന്നത്. സ്തൂപിക അല്ലെങ്കിൽ താഴികക്കുടം. ശ്രീകോവിലിന് മുകളിലുള്ള ലോഹനിർമ്മിതമായ കലശം. ഇത് വിഗ്രഹത്തിന്റെ ചൈതന്യത്തെ പ്രപഞ്ചവുമായി ബന്ധിപ്പിക്കുന്നു എന്നാണ് സങ്കല്പം. വിവിധ വിധാനങ്ങൾ. ക്ഷേത്രത്തിന്റെ വലിപ്പവും പ്രാധാന്യവും അനുസരിച്ച് പ്രധാനമായും 5 വിധാനങ്ങളാണുള്ളത്. ഏകതല ക്ഷേത്രം. ഒരൊറ്റ നില മാത്രമുള്ള ലളിതമായ ശ്രീകോവിൽ. മിക്ക കുടുംബക്ഷേത്രങ്ങളും ഈ ഗണത്തിൽപ്പെടുന്നു. ദ്വിതല, ത്രിതല ക്ഷേത്രങ്ങൾ. 2 അല്ലെങ്കിൽ 3 നിലകളുള്ള മേൽക്കൂര. വലിയ തറവാട് ക്ഷേത്രങ്ങൾ. ഉദാഹരണത്തിന് വടക്കൻ കേരളത്തിലെ പഴയ കോവിലകങ്ങൾ ഇത്തരം നിർമ്മിതികൾ കാണാം. സന്ധാര, നിരന്ധാര രീതികൾ. വിഗ്രഹത്തിന് ചുറ്റും പ്രദക്ഷിണ വയ്ക്കാൻ ശ്രീകോവിലിനുള്ളിൽ തന്നെ സ്ഥലമുള്ളതിനെ സന്ധാര എന്നും പുറത്തു മാത്രം പ്രദക്ഷിണ വഴി ഉള്ളതിനെ നിരന്ധാര എന്നും വിളിക്കുന്നു. കുടുംബക്ഷേത്രങ്ങളിലെ സവിശേഷതകൾ. പീഠപ്രതിഷ്ഠകൾ. പലപ്പോഴും വിഗ്രഹത്തിന് പകരം പീഠമോ വാളോ കണ്ണാടിയോ പ്രതിഷ്ഠിച്ച ക്ഷേത്രങ്ങൾ കേരളത്തിലുണ്ട്, പ്രത്യേകിച്ച് ഭഗവതി ക്ഷേത്രങ്ങളിൽ. മുറ്റവും മതിൽക്കെട്ടും. കുടുംബാംഗങ്ങൾക്ക് ഒത്തുകൂടാൻ പാകത്തിന് വിശാലമായ മുറ്റം ഇത്തരം ക്ഷേത്രങ്ങളുടെ പ്രത്യേകതയാണ്. പ്രധാന ക്ഷേത്രത്തിന് പുറത്തായി ഉപദേവതമാർക്ക് പ്രത്യേക തറകളും ഉണ്ടാകാറുണ്ട്. പ്രകൃതിയുമായുള്ള ബന്ധം. കുളങ്ങൾ, ആൽമരങ്ങൾ, കാവുകൾ എന്നിവ കുടുംബക്ഷേത്രങ്ങളിലെ അവിഭാജ്യ ഘടകമാണ്.